ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പ്രോട്ടോടൈപ്പിൽ എൻ്റെ വീക്ക് 3 എങ്ങനെ ഉണ്ടായിരുന്നു, വീക്ക് 3നെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി വീക്ക് 1ലും വീക്ക് 2ലും ചെയ്ത പോലത്തെ ഒരു പ്രോഗ്രസ് വീഡിയോ അല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പ്രോഗ്രസ് ഉൾപ്പെടെ നമ്മൾ ഞാൻ ഈ ഒരു വീക്ക് 3ൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ചെയ്തു എന്നെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീക്ക് 3 ഒരുപാട് പേർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വീക്കാണ് വീക്ക് 3 എന്ന് പറയുന്നത്. എനിക്കും ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു വീക്ക് 3. കാരണം പുതുതായിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ലാതെ ഞാൻ വീക്ക് 3ൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായി. അതായത് വീക്ക് റിപ്പീറ്റ് കിട്ടി രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് പാസ്സായത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പാടെ ഇൻക്ലൂഡ് ആക്കിയുള്ളൊരു വീഡിയോ ആണിത്. മറക്കാതെ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും വൈപ്പിക്കാതെ നേരെ വീഡിയോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ വീക്ക് 1ലും വീക്ക് 2ലും ഉള്ള പോലെ തന്നെ സാധാരണ ടാസ്കുകൾ, അതായത് യൂട്യൂബ് വീഡിയോ ടാസ്ക്, ടൈപ്പിംഗ് ടാസ്ക്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ടാസ്ക്, അങ്ങനത്തെ ടാസ്കുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഇല്ല. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീക്ക് 1ൻ്റെയും വീക്ക് 2ൻ്റെയും വീഡിയോസ് പോയി കാണുക. അതിൽ പറയുന്നുണ്ട്. കാരണം വീക്ക് 1ഉം വീക്ക് 2 ഒക്കെ ഒരു ആവറേജ് വീക്കായിട്ടാണ് ഇപ്പോൾ ഈ വീക്ക് 3 എത്തിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ വീക്ക് 4ലാണ്. ഓക്കെ, അപ്പോൾ വീക്ക് 4 തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. അപ്പോൾ വീക്ക് 3 ഇപ്പോൾ എനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഈ വീക്ക് 3നെ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുകയല്ലേ, ഒരു വീഡിയോസ് കണ്ട് തുടങ്ങാം, ഡോക്യുമെൻറ്റ്സും തുടങ്ങണം, വീഡിയോ കണ്ട് തുടങ്ങാൻ കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ സിമ്പിൾ ദേവിൻ്റെ ഏകദേശം 22 hours ഉള്ളൊരു വീഡിയോ, 22 ആണോ 25 ആണോ നമ്മൾ എവിടെ ഏതായാലും കൊടുക്കുക, 25 hours ഉള്ളൊരു വീഡിയോ തുടങ്ങി. എന്നെപ്പോലെ തന്നെ പല പേരും ഈ ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാമിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനിപ്പോൾ ഒരു സെറ്റ് ടൈം വെച്ചിരുന്നു. ഈ ഒരു 25 hours വീഡിയോ ഒരു 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് തീർത്തിട്ട് ബാക്കിയൊക്കെ വേറെ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2 ദിവസമായിട്ടും ഈ വീഡിയോ ഒരു അനക്കം ഉണ്ടായില്ല. വെറുതെ 2 ദിവസം അങ്ങനെയാണ് പോയി. പിന്നെ ആ വീഡിയോ ഒന്നും ആയില്ല. ആ വീഡിയോ എനിക്ക് ആക്ച്വലി നല്ല രീതിക്കുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷേ വളരെ സ്ലോ ആണ്. നമുക്ക് ഈ ഒരു ആകെയുള്ളൊരു 1 വീക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർക്കാൻ പറ്റിയൊരു വീഡിയോ ആയിരുന്നില്ല അത്. ഞാൻ വളരെ ഒരു പൂവർ ചോയ്സാണ് അവിടെ സെലക്ട് ചെയ്തത്. പിന്നെ രണ്ടാമത് വീണ്ടും ഒരു വീഡിയോക്ക് പോകാമെന്ന് എഴുതി. ബ്രോക്കോഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ കൊടുക്കാം. അത് ഏകദേശം 8 hours ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. അത് ഇങ്ങനെ പോയി അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒക്കെ ഒന്നും എന്താ പറയുക, ബേസിക് മാത്രം തൊട്ട് പോവാണ്. ജാവാസ്ക്രിപ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ രീതിക്കുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീക്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം പോരാ. പക്ഷേ ഞാൻ ഈ വീഡിയോ തീർത്തപ്പോൾ തന്നെ വീക്ക് 3 അവസാനിക്കാനായി. പിന്നെ ഞാൻ കുറേ ഡോക്യുമെൻറ്റേഷൻസ് നോക്കി, കുറേ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്തു. പ്രീവിയസ് അതായത് വീക്ക് 3 ഓൾറെഡി പാസ്സായ പ്രോട്ടോടൈപ്പിലുള്ള സ്റ്റുഡൻസിനോട് തന്നെ അവരുടെ പെൻഡിങ്സാൾ ചോദിച്ചിട്ട്, അതുപോലെ അവരുടെ ക്വസ്റ്റ്യൻസ് അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് ഒരു ആവറേജ് ലെവലിലേക്ക് എത്തിയിട്ടാണ് വീക്ക് 3 ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എന്താ പറയുക, ഈ പ്രാക്ടിക്കലി ചെയ്യാൻ വല്ലാതെ സാധിച്ചില്ല. ആക്ച്വലി നമ്മൾ വെറും വീഡിയോ കണ്ടുകൊണ്ടുള്ള അറിവ് മാത്രമേ പ്രാക്ടിക്കലി ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്കപ്പോൾ മനസ്സിലായി അതുമൂലം ഞാൻ എന്ത് ചെയ്തു, വീക്ക് 3ൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. ആക്ച്വലി ഞാൻ ഈ ഒരു വീക്ക് ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു വീക്ക് റിപ്പീറ്റ് റിജക്ഷൻ എക്സ്പെക്ട് ചെയ്തതാണ്. ഈ ഒരു മനോഭാവത്തിൽ ഞാൻ എന്ത് ചെയ്തു, വീക്ക് 3ൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ്, അതായത് വീക്ക് 3ൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കയറി. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് എനിക്ക് കോൺഫിഡൻസ് കൂടി. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഒന്നും കണ്ടുകൊണ്ട് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി വീഡിയോസ് കണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് W3 സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. W3 സ്കൂൾ വാസ് ദ പെർഫെക്റ്റ് വൺ. അപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് തുടങ്ങണം അല്ലെങ്കിൽ വീക്ക് 3 തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ W3 സ്കൂളും തുടങ്ങുക. എൻ്റെ അനുഭവം വെച്ചിട്ടാണ്, ഞാൻ ഓൾറെഡി വീഡിയോസ് കണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, W3 സ്കൂൾ നല്ല രീതിക്കുള്ള ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ, അതേപോലെ എല്ലാത്തിനെ കുറിച്ചും ജാവാസ്ക്രിപ്റ്റിനെ മൊത്തത്തിനെ കുറിച്ച് W3 സ്കൂളിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കൂടി ഉണ്ട്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ChatGPT, ഓഫ് കോഴ്സ് ChatGPTയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ, ലോജിക്ക് എത്താത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 12 വയസ്സായ കുട്ടിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞാൽ ആ ChatGPT കറക്റ്റ് ഡെഫിനിഷൻ ആയിക്കാണ്ട് കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ ഓഫ് കോഴ്സ് വീക്ക് 3ൽ പറഞ്ഞ പോലെ തന്നെ 1 W3 സ്കൂള്, 2 ഗീക്സ് ഫോർ ഗീക്സ്, അതുപോലെ തന്നെ മൂന്നാമത്താണ് ChatGPT എന്ന് പറയുന്നത്. ChatGPT എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീക്ക് 3 നല്ല രീതിക്ക് പഠിച്ചത്. ഇത് മാത്രം പോരാ നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബാങ്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഒരു PDF എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും പരമാവധി ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോജിക്ക് അങ്ങോട്ട് ബിൽഡ് ആവുള്ളൂ. ഓക്കെ, ഈ ഒരു അതായത് ഒരു അറേ ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ വീക്കായില്ലേ, ഡൊമൈൻ വീക്ക് എന്നാണ് ഈ ഒരു വീക്കിനെ അവർ പറയുന്നത്, ഈ ഒരു 3rd വീക്കിനെ പറയുന്നത്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ 3rd വീക്കായില്ല, അതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് അറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഫുമിഗേഷനിൽ കണ്ട ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ സീൽ ചെയ്യുന്നതിൽ എത്രയോ സിമ്പിളാണ് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാൻ. കാരണം സീൽ ഇപ്പോൾ നമ്മൾ ആ ലോജിക്ക് ബിൽഡായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. ഇതിൽ ഓരോ പ്രീ ബിൽറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്.
ഇപ്പോൾ റിവേഴ്സ് ചെയ്യാനൊക്കെ സീൽ നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇതിൽ നമുക്ക് അറയൊക്കെ റിവേഴ്സ് ചെയ്യാൻ ഡോട്ട് റിവേഴ്സ് എന്ന് പറയുന്നൊരു പ്രീബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് റിവേഴ്സ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്യൂട്ടോറിയലിലോട്ടൊന്നും കടക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വെറും ഈ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ വീക്സിനെ കുറിച്ച് മാത്രമുള്ളൊരു വീഡിയോസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചാനൽ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്തിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. മെയിനായിട്ട് അറേ, പിന്നെ ഒബ്ജക്റ്റുകളെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റിൻ്റെ മാനിപ്പുലേഷൻസ്, ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. പിന്നെ കോൾ ബാക്ക് ഹെല്ല്, പിന്നെ പ്രോമിസ്, അസിങ്ക്, അവൈറ്റ്, പിന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെ റൺ ആവുന്നു അതൊക്കെ. പിന്നെ എന്നെ വളരെ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പാക്കിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, അക്ഷയ് സൈനി എന്ന് പറയുന്നത്. നമസ്തേ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അക്ഷയ് സൈനി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എവിടെയും കൊടുക്കുക, എല്ലായിടത്തും കൊടുക്കുന്നതാണ്, നിർബന്ധമായിട്ട് ഞാൻ കൊടുക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അക്ഷയ് സൈനിയുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ വീക്ക് 3ൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിലോട്ട് പോയത്. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. ഇപ്പോൾ ഞാൻ വീക്ക് 4ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീക്ക് 3യിലുള്ളത്. നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ട് കുറേ ടൈം കളയരുത്. വീഡിയോസ് കാണണം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണണം. ആ ടോപ്പിക്ക് മാത്രം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ അക്ഷയ് സേനയുടെ യൂട്യൂബ് ചാനൽ തന്നെ കണക്കെടുക്കുകയാണ് വെച്ചെങ്കിൽ മൂപ്പര് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ടോപ്പിക്കായിട്ട് ഓരോ പ്ലേലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു 22 മണിക്കൂർ വീഡിയോ, ഒരു 8 മണിക്കൂർ വീഡിയോ, 10 മണിക്കൂർ വീഡിയോ, അല്ലെങ്കിൽ യുഡമിത്തെ ഒരു കോഴ്സ്, അതൊന്നും എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അത് ഫിനിഷാക്കാൻ കഴിയില്ല. അത് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സിന് സ്റ്റാർട്ട് ചെയ്യുക. W3 സ്കൂൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുള്ള ടോപ്പിക്ക് ഏതാണോ അത് നിങ്ങൾ യൂട്യൂബ് ചോദിക്കുക, അല്ലെങ്കിൽ ChatGPT എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാം. എക്സ്പ്ലെയിൻ ടു ലൈക്ക് എ 12-year-old എന്ന് പറഞ്ഞാൽ അതുപോലെ അത് ChatGPT എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഞാനൊക്കെ അങ്ങനെ ചോദിച്ചിട്ടാണ് കുറേ മനസ്സിലാവാത്ത ടോപ്പിക്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യിച്ചിരുന്നത്. അപ്പോൾ വീക്ക് 3 എന്ന് പറയുന്നത് ഒരു ഹോൾഫുൾ വീക്കായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീക്ക് 3, അതായത് 2 ഓഡിയൻസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ആൾറെഡി വീക്ക് 3ൽ സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ വീക്ക് 3യിലോട്ട് എത്താൻ പോകുന്ന ആൾക്കാർ, ഒന്ന് ഈ ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ, അതായത് പ്രോട്ടോടൈപ്പിലുള്ള ആൾക്കാർ. 2 എങ്ങനെയൊക്കെ ജാവാസ്ക്രിപ്റ്റ് പഠിക്കാം എന്ന് പ്രോട്ടോടൈപ്പിൽ വരാത്ത പ്രോഗ്രാമിംഗ് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എങ്ങനെ കുറേ ട്യൂട്ടോറിയൽ ഹെല്ലിലോട്ട് നിങ്ങൾ പോകരുത്. ഞാനിവിടെ ഒരു മീം കൊടുക്കാം. ട്യൂട്ടോറിയൽ ഹെല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള മീമാണ്. അതിലോട്ട് നിങ്ങൾ പോകരുത്. പരമാവധി നിങ്ങൾ ധാരാളം ഡോക്യുമെൻറ്റേഷൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ വായിച്ച് പഠിച്ചാൽ, അതായത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പഠിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല, എത്രത്തോളം അവർക്ക് കവർ ചെയ്യാൻ കഴിയും, അത്രേ അവർ കവർ ചെയ്യുള്ളൂ ഈ ഒരു വീഡിയോസിൽ. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വീഡിയോസിലോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് തന്നെ തുടങ്ങുക. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. പലർക്കും പല മാതിരിയാണ്. ചിലർക്ക് ഡോക്യുമെൻറ്റ് വായിച്ചാൽ മനസ്സിലാകില്ല, ചിലർക്ക് വീഡിയോസ് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോസ് തന്നെ കാണണം, അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇത്രയൊക്കെയായിരുന്നു ഒരു വീക്ക് 3 എന്ന് പറയുന്നത്. വളരെ നല്ലൊരു വീക്കായിരുന്നു വീക്ക് 3. പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, പുതിയ ജാവാസ്ക്രിപ്റ്റ് വെച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ പ്രോഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക് 3ൻ്റെ പ്രോഗ്രസ് പറയുകയാണെന്ന് വെച്ചാൽ വീക്ക് 1ലും 2ലും നമുക്ക് ഓരോ ടാസ്കുകൾ ഉണ്ടായിരുന്നു. വീക്ക് 3ൽ അങ്ങനെ ടാസ്കുകളൊന്നുമില്ല, മെയിനായിട്ട് പഠിക്കുക. പിന്നെ കുറച്ച് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഫുമിഗേഷൻ ലെവൽ അസൈൻമെൻറ്റ്സ്, അതായത് ഫുമിഗേഷനിൽ നമുക്ക് മെയിൽ ത്രൂ കുറച്ച് അസൈൻമെൻറ്റ്സ് വന്നിരുന്നു. അതുപോലത്തെ അസൈൻമെൻറ്റ്സ് തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യാനുള്ള കുറച്ച് അസൈൻമെൻറ്റ്സ് തന്നെയാണ് വീക്ക് 3ലുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വെറീഡ് ആവണ്ട, അത്ര വലിയ ടാസ്കുകളൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താൽ തന്നെ കുറേയൊക്കെ ഒരു ലോജിക്ക് ബിൽഡ് ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞാൻ വീക്ക് 3ൻ്റെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് മാത്രമല്ല മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തിനെക്കുറിച്ചെല്ലാം ചെയ്യാം, എന്തിനെക്കുറിച്ചൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ് ചെയ്യാൻ മാത്രം അത്ര ഒരു അറിവൊന്നും എനിക്ക് ആയിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടിട്ട് അതിന് കമൻറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക. നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിലെ കണ്ടൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. നിങ്ങൾ ഈ ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുക. അത് മാത്രമാണ് ഇവിടെ എൻ്റെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക. പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൻ നിൽക്കുക. ഓഫ് കോഴ്സ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്, ഫീനെ കുറിച്ച് ഡൗട്ടുള്ളവർ കുറേ പറഞ്ഞു, ട്യൂട്ടോറിയൽസിനെ കുറിച്ച് ഡൗട്ടുള്ളവർ പറഞ്ഞു, എങ്ങനെ പഠിക്കണം എന്നറിയില്ല കുറേ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കാം. പ്രോട്ടോടൈപ്പ് എന്താണെന്നും പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കോൾ ചെയ്യുന്നില്ലാറെ.
ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ആൾറെഡി വീക്ക് 3ൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നുപോയി എന്ന് ആലോചിക്കുന്നത്. ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പാർട്ട് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു വീക്ക് 3 ഒരു ഡൊമൈൻ വീക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് മേൺ സ്റ്റാക്കാണ്. അപ്പോൾ ഈ മേണിൻ്റെ ബേസിസിലുള്ള വീക്ക് 3 ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പൈത്തണുകാരുണ്ടാവും, അതുപോലെ ഗെയിം ഡെവലപ്മെൻറ്റുകാരുണ്ടാവും, അതുപോലെ ഡാറ്റാ സയൻസ്, അതുപോലെ മേൺ സ്റ്റാക്കും മീൻ സ്റ്റാക്കിനും ഇപ്പോൾ എൻ്റെ ഈ ഒരു ഡൊമൈൻ ഈ ജാവാസ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കും തേർഡ് വീക്കിൽ ഉണ്ടാവുക. അപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ പൈത്തണുകാർക്കാണെങ്കിൽ പൈത്തൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു മേൺ സ്റ്റാക്ക്, അപ്പോൾ പ്രോട്ടോടൈപ്പിൽ ഏകദേശം 90% ആൾക്കാരും എടുത്തിട്ടുള്ള ഡൊമൈൻ എന്ന് പറയുന്നത് മേൺ സ്റ്റാക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പൈത്തൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ പൈത്തൻകാർ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്കും ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ മേൺ സ്റ്റാക്ക് ആയതുകൊണ്ടാണ് എനിക്കുള്ള തേർഡ് വീക്ക് ജാവാസ്ക്രിപ്റ്റ് ആയിട്ടുള്ളത്. സോ പൈത്തണാർക്ക് പൈത്തൺ ആയിരിക്കാം, മെഷീൻ ലേണിംഗുകാർക്ക് വേറെ ആയിരിക്കാം, ഗെയിം ഡെവലപ്മെൻറ്റുകാർക്ക് വേറെ ആയിരിക്കാം, പിന്നെ സൈബർ സെക്യൂരിറ്റി ടീമുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേറെ വേറെ ആയിരിക്കാം. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീക്ക് 3നെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഈ ഒരു പാർട്ടും കൂടി ഇൻക്ലൂഡ് ആക്കുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്ക്